ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇനി കടന്നു വരാൻ പോവാൻ. ലോകാവസാനത്തിന്റെ മുമ്പിൽ ഒരു വെളിയാളമായി, ഒരു നക്ഷത്ര ശോഭയായി, ഒരു പ്രകാശത്തിന്റെ ശോണിമയായി, ഒരു നക്ഷത്ര ബാലലിപിയുടെ അരുണോദയ കിരണമായി കടന്നു വരുന്ന വ്യക്തിത്വമാണ് മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. വലിയ വ്യക്തിത്വമാണ്, വലിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു നാവിൽ അറിയാതെ കടന്നു വരണം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നാവിലേക്ക്, അതരത്തിലേക്ക് കടന്നു വരണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ സദസ്സിൽ എപ്പോൾ പറഞ്ഞാലും അത് കടന്നു വരണം. നമുക്ക് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. എപ്പോഴാണ് ഇമാം മഹ്ദി കടന്നു വരിക? ഒരുപാട് ഉദാഹരണങ്ങൾ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നതിന് മുമ്പ് ഒരുപാട് ഉദാഹരണങ്ങൾ, സംഭവ വികാസങ്ങൾ ഈ ലോകത്ത് ഉണ്ടാകുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുന്നു. ഈ ലോകത്തിന്റെ അവസാനത്തെ ഭാഗത്തെ വിശദീകരിച്ചുകൊണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് അടയാളങ്ങളെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അലാമത്തു യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ അടയാളങ്ങളെ പ്രവാചകൻ വിവരിച്ചു തന്നിട്ടുണ്ട്. ആ അടയാളങ്ങളെ തന്നെ ഉലമാക്കൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് മൂന്നായിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, ഓഹരി ചെയ്തിട്ടുള്ളത്. നല്ലതുപോലെ ശ്രദ്ധിക്കണം, നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക. മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, ഖിസ്മ ചെയ്തിട്ടുള്ളത്. അതിനെ ഓരോരോ ഖിസ്മ, ഓരോ പാർട്ടായിട്ട് അള്ളാഹു വേർതിരിച്ചിട്ടുള്ളത് മൂന്നായിട്ടാണ് ഉലമാക്കൾ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുള്ള ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ. ഒന്ന് ഖിസ്മുൻ ലഹറ വൻഖല, ഈ ലോകത്ത് വരികയും ചെയ്തു, പ്രകടമാകുകയും ചെയ്തു, അങ്ങനത്തെ ചില അടയാളങ്ങൾ. അതാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവ്. ആ പ്രവാചകർ ഈ ലോകത്ത് നിന്നുള്ള തിരിച്ചുപോക്ക്, പ്രവാചകരുടെ വഫാത്ത്. ഖിസ്മുൻ ലഹറ വൻഖല, മിഫ്താഹു അലാമത്തി യൗമിൽ ഖിയാമ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളുടെ താക്കോലാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവ്, ആ പ്രവാചകന്റെ വിയോഗം, പ്രവാചകന്റെ വഫാത്ത് എന്തിനെ കുറിക്കുന്നു? ഈ ലോകത്തിനൊരു അവസാനമുണ്ട് എന്ന് കുറിക്കുന്നു. കാരണം ഈ ലോകത്ത് ആദ്യമായി സൃഷ്ടിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയാണ് ഈ ലോകം തന്നെ അള്ളാഹു പടച്ചത്. ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളെയും പടച്ചത്, സർവ്വ ചരാചരങ്ങളെയും പടച്ചത്. ഈ നമ്മൾ മദ്രസ തലം മുതൽ പഠിക്കുന്നവരാണ്. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇല്ലാതായപ്പോൾ, അവിടുന്ന് വഫാത്തായപ്പോൾ, ഈ ലോകത്ത് നിന്നൊന്ന് മറഞ്ഞു നിന്നപ്പോ വ്യക്തമായി ഈ ലോകത്തിന് ഒരു അവസാനമുണ്ട്, ഈ ലോകം ഇല്ലാതാകാൻ പോകുന്നു എന്നതിലേക്ക് സൂചിപ്പിക്കുന്നു എന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തുകയാണ്. ഇതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അടയാളങ്ങളുടെ ഒരു ഭാഗം. ഖിസ്മുൻ ലഹറ വൻഖല, ഈ ലോകത്ത് വരികയും ചെയ്തു, കഴിഞ്ഞു കിടക്കുകയും ചെയ്തു, അങ്ങനത്തെ ചില അടയാളങ്ങൾ. ഇനി അടുത്ത ചില അടയാളങ്ങളുണ്ട്. വഖിസ്മുൻ യൽഹറു വയൻഖദി, ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുകയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ചില അടയാളങ്ങൾ. ഏതൊക്കെയാണ് ഞാൻ ഇൻഷാ അല്ലാഹ് ശേഷം വരും. മൂന്നാമത്തത് വഖിസ്മുൻ ലം യൽഹർ വലം യൻഖദി, ഇതുവരെ വന്നിട്ടുമില്ല, ഇതുവരെ കഴിഞ്ഞു കടന്നിട്ടുമില്ല, അങ്ങനത്തെ ചില അടയാളങ്ങൾ. ഒന്നാമത്തത് പറഞ്ഞു, ഇതുവരെ വരികയും ചെയ്തു, കഴിഞ്ഞു കിടക്കുകയും ചെയ്തു. രണ്ടാമത്തെ വിഭാഗം ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന ചില അടയാളങ്ങൾ. കള്ളുകുടി പോലെ, വ്യഭിചാരം പോലെ, പലിശയുമായിട്ടുള്ള ബന്ധപ്പെടൽ പോലെ, ഹറാമ് കാണലും ഹറാമാകുന്ന ജീവിതം മനുഷ്യ മക്കൾ നയിക്കലും പോലെ, ഇതൊക്കെ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന ചില അടയാളങ്ങളാണ്. ഖിസ്മുൻ യൽഹറു വയൻഖദി, ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന അടയാളങ്ങൾ. നമ്മുടെ ബഹുനിരായ മഹലിന്റെ ചീഫ് ഇമാം അസീസ് ഉസ്താദ് അവർകൾ അല്ലാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ, ദീർഘായുസ്സ് അല്ലാഹു നസീബാക്കുമാറാവട്ടെ. മൂന്നാമത്തെ പാർട്ട് വഖിസ്മുൻ ലം യൽഹർ വലം യൻഖദി, ഇതുവരെ വന്നിട്ടുമില്ല, ഇതുവരെ കഴിഞ്ഞു കടന്നിട്ടുമില്ല, അങ്ങനത്തെ ചില അടയാളങ്ങൾ. അതാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. അത് മാത്രമല്ല, ഇനിയുണ്ട് ഒരുപാട് അടയാളങ്ങൾ. ആ അടയാളങ്ങൾ ഏതൊക്കെയാണ്? അതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്.
ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്നതും ഇനി വരാനിരിക്കുന്നതുമായ ചില അടയാളങ്ങൾ മുസ്ലിം മക്കൾ മനസ്സിലാക്കൽ അനിവാര്യമാണ്. അപ്പോഴേ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ കടന്നുവരവിന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എന്താണ് അദ്ദേഹത്തെ കുറിച്ചുള്ള പഠനം, എന്താണ് അദ്ദേഹം, ആരാണ്, എവിടുന്നാണ് അദ്ദേഹം കടന്നു വരുന്നത്, ഇതൊക്കെ നമ്മൾ പഠിക്കണം. കാരണം ഈ ലോകത്ത് നടക്കാനിരിക്കുന്ന സംഭവമാണ്. ഇനി അധിക കാലമില്ല ഈ ലോകം അവസാനിക്കാൻ. കാരണം ലോകത്തിന്റെ പോക്ക്, മനുഷ്യ മക്കളുടെ പോക്ക്, മുസ്ലിം മക്കളുടെ പോക്ക് അത്തരത്തിലായിരിക്കുക. അള്ളാഹു നമ്മളെ സാലിഹീൻ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആബിദീങ്ങളും ഹാഫിളീങ്ങളുമായി അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. قال رسول الله صلى الله عليه وسلم سيأتي على الناس زمان تكون فيهم فتنة الضراء بعد فتنة السراء. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾ മുഖേന ഓർമ്മപ്പെടുത്തുകയാണ്. സ്വഹാബത്തെ ഒരു കാലഘട്ടം കാണാതെ ലാ തഖൂമു സഅ, ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ സമുദായം ഒരു കാലഘട്ടം കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ ആ കാലഘട്ടത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. തകൂനു ഫീഹിം ഫിത്ന, അവർക്കിടയിൽ ഒരു ഫിത്നയുണ്ടാകുമേ, അവർക്കിടയിൽ ഒരു നാശമുണ്ടാകുമേ. ആ ഫിത്നയുടെ പേര് അല്ലാഹുവിന്റെ റസൂൽ വ്യക്തമാക്കുകയാണ്. ഫിത്നത്തുൽ ളറാ ബഅദ ഫിത്നത്തിൻ സറാ, അവർക്കിടയിൽ ബുദ്ധിമുട്ട് കടന്നു വരുമേ. സാമ്പത്തികപരമായി, ശാരീരികപരമായി, മാനസികമായി തളർച്ചയുണ്ടാകുന്നതായ ഒരു കാലഘട്ടം കാണാതെ ലാ തഖൂമു സഅ, ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഈ ലോകത്തിന്റെ അവസാനം എങ്ങനെയായിരിക്കും? ഒരു ഫിത്നയിലൂടെയായിരിക്കും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇത് എല്ലാവർക്കും കടന്നു വരുന്ന ഒരു ഫിത്നയാണ്. സാമ്പത്തിക മാന്ദ്യം ഇന്ത്യയിലും മറ്റു രാഷ്ട്രങ്ങളിലും ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ തന്നെയാണ് കഴിഞ്ഞ നവംബർ 8 കടന്നു വന്നതാകുന്ന നോട്ട് നിരോധനം. എല്ലാവരുടെ ഓർമ്മയിലേക്കൊന്ന് കടന്നു വരട്ടെ. പലരും ഒരു വർഷം കഴിഞ്ഞപ്പോ വിഡ്ഢിദിനമായി ആഘോഷിച്ചിട്ടുണ്ടാകും. പലരും പോസ്റ്റർ വരെ ഇറക്കിയിട്ടുണ്ട്. കാരണം അത്തരത്തിലേക്ക് ജനമനസ്സുകളിൽ വല്ലാതെ മരവിപ്പിച്ചതാകുന്ന ഒരു കൊല്ലമായിരുന്നു കഴിഞ്ഞ ഒരു കൊല്ലം. ഇന്നും അതിന്റെ അലവലികൾ നിന്നിട്ടില്ല. സാമ്പത്തികപരമായി വളരെ പരാധീനതപ്പെടുകയാണ് സമൂഹം. കച്ചവടമില്ല, എവിടെയും പരാതി, എപ്പോഴും മഹല്ലത്തുകളിൽ പരാതി. ഉസ്താദുമാരോട് ദുആ ചെയ്യാൻ ജനങ്ങളുടെ അഭ്യർത്ഥന അതാണ്. ഉസ്താദേ, കച്ചവടമില്ല, വളരെ പ്രയാസമാണ്. അതിനെ തൊട്ടുപിറകെ തന്നെ GST കടന്നു വന്നു. പലവിധ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ. ഒരു ഹോട്ടൽ പോലും നേരെ ചൊവ്വെ നടത്തിക്കൊണ്ടു പോകാൻ പറ്റാത്ത അവസ്ഥ. കാസർഗോഡിൽ നിന്ന് എന്റെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ, വർഷങ്ങൾക്ക് മുമ്പേ പരിചയമുള്ള ഒരു സഹോദരൻ, നമ്മുടെ ഈ കരുനാഗപ്പള്ളി ദേശത്ത് കരുനാഗപ്പള്ളി പുട്ടുകടയുടെ നേരെ ചേർന്ന് വന്നുകൊണ്ട് അദ്ദേഹം വന്ന് കട നടത്തി. റമദാ എന്നൊരു ഹോട്ടലിട്ടു. ഷാഫി എന്നൊരു സഹോദരൻ, അല്ലാഹു അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ ബറക്കത്ത് നൽകട്ടെ. അദ്ദേഹം പറയുന്നു, 6 മാസമായി കട തുറന്നു വെച്ചിട്ട് ഉസ്താദ് വളരെ പ്രയാസമാണ്, വളരെ ബുദ്ധിമുട്ടാണ്. മാസത്തിൽ ലക്ഷക്കണക്കിന് രൂപകൾ ചെലവാകുകയാണ്. ജോലിക്കാർക്ക് കൊടുക്കുന്നു, അവർക്ക് ശമ്പളം കൊടുക്കുന്നു, അവരുടെ താമസ സൗകര്യം, അവരുടെ അക്കോമഡേഷൻ, താമസ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നു. എത്ര പ്രയാസമാണ് ഇത്. മറ്റു നാട്ടിലുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ വന്ന് പ്രയാസപ്പെടുന്നത്. ഇതുപോലെ എത്രയോ കച്ചവടക്കാരുണ്ട്, എത്രയോ സഹോദരങ്ങളുണ്ട്. പാവപ്പെട്ട ഹോട്ടലുകൾ, ഹോട്ടലിന്റെ ഉടമകൾ, എത്രയോ കച്ചവടക്കാർ വളരെ പ്രയാസത്തിലും ഞെരുക്കത്തിലുമാണ് സത്യത്തിൽ അവർ. അന്നത്തെ ജീവിതം അവർ വളരെ പ്രയാസത്തിൽ കൊണ്ടുപോവുകയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ തഖൂമു സഅ, ലാ തഖൂമു സഅ, ലാ തഖൂമു സഅ, ഈ ലോകം അവസാനിക്കുകയില്ല സാബ, ഈ ലോകം അവസാനിക്കുകയില്ല സാബ. ഒരു കാലഘട്ടം എന്റെ സമുദായം കാണാതെ, ഒരു ഫിത്ന സമൂഹത്തിൽ അടിച്ചമർത്തിക്കൊണ്ട് കടന്നു വരാതെ. എങ്ങനത്തെ ഫിത്ന എന്നറിയുമോ? നാശമെന്നറിയുമോ?
ഫിത്നത്തുൽ ളറാ ബഅദ ഫിത്നത്തിൽ സറാ. ജനങ്ങൾ സുഭിക്ഷതയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ, ആർഭാടത്തിലും ആസ്വാദനത്തിലും ജനങ്ങൾ മുഴുകിക്കൊണ്ടിരിക്കുമ്പോ അവർക്കിതാ പ്രശ്നവും നൊമ്പരവുമായി പ്രയാസവുമായി ഒരു ഫിത്നയുടെ കാലഘട്ടം കടന്നു വരുമേ. ആ കാലഘട്ടത്തിലൂടെ ജനങ്ങൾ കടന്നു പോകാതെ ലാ തഖൂമു സ്സാഅ, ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിച്ചു നോക്ക്, ആ കാലഘട്ടമല്ലേ ഇത്? അള്ളാന്റെ റസൂല് പറഞ്ഞ കാലഘട്ടമല്ലേ ഇത്? സാമ്പത്തികപരമായി പ്രയാസമല്ലേ? ആരാ ഇവിടെ പ്രയാസത്തിലല്ലാത്തവർ? എത്രയോ സഹോദരങ്ങൾ, എത്രയോ സഹോദരിമാർ അവിടെ വിഷമങ്ങൾ മനസ്സിന്റെ അകത്തളത്തിൽ വെച്ച് പടച്ച തമ്പുരാന്റെ മുന്നിൽ പാതിരാത്രി സമയത്തിന് ശിയുടെ നിശീതതയിൽ കൂരിരുട്ടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് തഹദ് നമസ്കരിച്ചിട്ട് പൊട്ടിക്കരയുന്ന ഉമ്മമാരില്ലേ? എത്രയോ പാവപ്പെട്ട സഹോദരങ്ങളുണ്ട് നെഞ്ചു പൊട്ടിക്കൊണ്ട് പടച്ചറപ്പിലേക്ക് ദ്വാരക്കുന്നവർ. എത്രയോ ആളുകളുണ്ട് മഖബറകൾ വന്ന് സിയാറത്ത് ചെയ്യുന്നവർ, നേർച്ചകൾ നേരുന്നവർ. എത്രയോ പാവപ്പെട്ട ഉമ്മമാരുണ്ട്. അല്ലാഹുവേ, എന്റെ ഈ ബുദ്ധിമുട്ട്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഈ പ്രയാസം ഒന്ന് മാറ്റി തന്നെങ്കിൽ എന്ന് കരുതിക്കൊണ്ട് ദുആ ചെയ്യുന്ന എത്രയോ പാവപ്പെട്ട ഉമ്മമാരുണ്ട്. അല്ലാഹുവരുടെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കുമാറാവട്ടെ. ഇതൊരു പ്രയാസത്തിന്റെ സമയമാണ്, ഇതൊരു പ്രയാസത്തിന്റെ സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം നമ്മളുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടത്. ഇമാം മഹ്ദി കാലം കാത്തിരിക്കുന്നു എന്ന വിഷയം നമ്മുടെ ഹൃദയത്തിൽ പതിയേണ്ട വിഷയമാണ്. കാരണം കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, സയഅതി അലന്നാസി സമാൻ തകൂനു ഫീഹിം ഫിത്ന. എന്റെ സമുദായത്തിന് ഒരു കാലഘട്ടം കടന്നു വരുമേ സഹാബത്തെ, എന്റെ സമുദായത്തിന് ഒരു കാലഘട്ടം കടന്നു വരും സഹാബ. ആ കാലഘട്ടത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്. തകൂനു ഫീഹിം ഫിത്ന, അവർക്കിടയിൽ ഒരു ഫിത്ന കടന്നു വരുമേ, അവർക്കിടയിൽ ഒരു നാശമുണ്ടാകുമേ. എങ്ങനത്തെ ഫിത്നയാണ്? ഫിത്നയാണ് ആ ഫിത്നയുടെ പേര് തന്നെ റസൂലുള്ള വെളിപ്പെടുത്തുകയാണ്. ഫിത്നത്തുൽ ളറാ, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഫിത്നയാണ്. ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഫിത്നയാണ്. എങ്ങും ബുദ്ധിമുട്ട്, മാനസികമായി തന്നെ പ്രയാസം, വളരെ ബുദ്ധിമുട്ട്. പക്ഷെ ഇത് ആർക്ക് മാത്രമല്ല, മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ടാകും. വദാലിക്കലിൽ ആമ്മ സയ്യിദുനാ റസൂലുള്ളാഹി, എല്ലാവർക്കും ഉണ്ട്. അങ്ങനെയാണല്ലോ. നോട്ട് നിരോധനം വന്നപ്പോ, GST വന്നപ്പോ ഇവിടെ ആർക്കെങ്കിലും, നമുക്ക് മാത്രമല്ലല്ലോ, എല്ലാവർക്കും ഉണ്ടത്. എല്ലാരെയും ബാധിക്കുകയാണ്, എല്ലാവർക്കും ഉണ്ട്. ആര് പഠിപ്പിച്ചു? സയ്യിദുനാ റസൂലുള്ളാഹി. ഇതെപ്പോഴാ കടന്നു വരിക? അതും പ്രവാചകൻ പറഞ്ഞു. അതാണ് നമ്മുടെ ഈ കാലഘട്ടത്തിലേക്കാണ് സൂചിക എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെക്കുകയാണ്, ബഅദ ഫിത്നത്തിൻ സറാ, ബഅദ ഫിത്നത്തിൻ സറാ. സുഭിക്ഷതയിൽ ജനങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ, ആസ്വാദത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ്, അല്ലാഹുവിനെ മറന്നുകൊണ്ട് രസിച്ചും രമിച്ചും ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കിടയിൽ ലറാ നൽകുമേ, ഫിത്നത്തുൽ ലറാ സമ്മാനിക്കുമേ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബുദ്ധിമുട്ടുണ്ടാകുന്നത് എപ്പോഴാണ്? സാമ്പത്തികപരമായി നല്ല റാഹത്തായ നിലയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ്. അങ്ങനെയാണ് ഈ കഴിഞ്ഞ ഒരു 10-30 കൊല്ലം നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. എല്ലാവരും വീടില്ലാത്ത ആളുകളൊക്കെ വീടുണ്ടാക്കിയിട്ടുണ്ട്. അല്പം സാമ്പത്തിക ശേഷിയിൽ പുറകോട്ട് പോയവരൊക്കെ 10-30 കൊല്ലം കൊണ്ട് റാഹത്തായിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഓരോരുത്തർ അവനവന്റെ കാര്യം ചിന്തിച്ചാൽ മതി. വീട് വെച്ചവർ അന്ന് വീട് വെച്ചു, ഇന്നിപ്പോ വീട് വാങ്ങാൻ പറ്റൂല. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ ഡൗൺ ആയി പോയി, വളരെ പ്രയാസത്തിലാണ്. പക്ഷെ ചിന്തിക്കേണ്ട ഒരു വിഷയം, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ നടത്തുന്ന സഹോദരങ്ങൾ ഇസ്ലാമികപരമായി കൂടുതൽ അവർ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. ഒരുപാട് ആളുകൾ അതിന് പലവിധ കള്ളത്തരങ്ങൾ ദീനിന്റെ വിഷയത്തിൽ, അമലിയാത്തിൽ മോശത്തരം വരുത്തി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ദീനിയാത്തിൽ നമ്മൾ എത്രത്തോളം പുറകോട്ട് പോകുന്നോ, അമലിയാത്തിൽ എത്രത്തോളം നമ്മൾ പുറകോട്ട് പോകുന്നോ, അതനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്തിലാഉകൾ നമുക്ക് നൽകും, പരീക്ഷണങ്ങൾ അല്ലാഹു നമുക്ക് നൽകും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതിനൊരു ഉദാഹരണം പറഞ്ഞു തരാം. നമ്മുടെ ഈ സ്ഥലം തന്നെ, ഇതേ പ്രോപ്പർട്ടി, ഇത് ആരുടെയാണെന്ന് എനിക്കറിയില്ല, ഇതാരുടെങ്കിലും ഉടമസ്ഥനാണ്. ഇത് വിൽക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ, ഉദാഹരണമാണ് കേട്ടോ, ഉദാഹരണമാണ്, ശ്രദ്ധിക്കും. ഈ സ്ഥലം വിൽക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോ അത് വിൽക്കുന്നതിന് മുമ്പായിട്ട് റിയൽ എസ്റ്റേറ്റിന്റെ ഭൂമാഫിയയുടെ ആൾക്കാർ വന്ന് നേരത്തെ തന്നെ ഇതിനൊരു വില നിശ്ചയിച്ച് അവര് വേഗം തന്നെ ഒരു ടോക്കൺ കൊടുത്തങ്ങിടും. ഒരു 10,000 രൂപ അങ്ങോട്ട് കൊടുത്തിടും, അല്ലെങ്കിൽ 20,000, 25,000 രൂപ അതായത് കൊടുക്കല്ലേട്ടോ, നമ്മൾ തന്നെ നമ്മുടെ ആളുണ്ട് എന്ന് പറഞ്ഞ് കൊടുത്തിടും. ഇവര് പിന്നീട് വില അങ്ങോട്ട് കൂട്ടി കൊണ്ടുപോവാൻ
ആയിക്കോട്ടെ, അവരുടെ ഉപജീവനമാർഗമാണ്, വിഷയമില്ല. സാന്ദർഭ്യം അനുസരിച്ച് അങ്ങനെ കൊണ്ടുപോകാം. ഹലാലായ സാമ്പത്തികം അതിലൂടെ അവർക്ക് കൊണ്ടുവരാം, നല്ലൊരു ലാഭവീതം കൊണ്ടുവരാം. അതൊക്കെ ശർഅ് അനുവദിച്ചതാണ്. ഞാൻ അതിനെ എതിർക്കുകയല്ല. ഞാൻ റിയൽ എസ്റ്റേറ്റിന്റെ ആളുകളെ കുറ്റം പറയുകയല്ല, മറിച്ച് നമ്മൾ ദീനിയായ കുല കാര്യങ്ങൾ നമ്മൾ മാറ്റം വരുത്തേണ്ടതുണ്ട്. അത് പറഞ്ഞു പറഞ്ഞല്ലോ, അത് ആലിമീങ്ങൾ തന്നെയല്ലേ പറയേണ്ടതും. അതുകൊണ്ട് പറയുക, അള്ളാഹു നമ്മളെ സാലിഹീൻ ഉൾപ്പെടുത്തുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ. നല്ലൊരു ബിസിനസ്സാണത്. നല്ല റാഹത്തായി കൊണ്ടുപോകുകയാണെങ്കിൽ ഏറ്റവും നല്ല ഹലാലായ സമ്പാദ്യമാണ്. പക്ഷെ ഈ 10,000 രൂപയ്ക്ക് തടഞ്ഞിട്ടതിന് ശേഷം പിന്നീട് അടുത്ത ഒരാൾക്ക് അത് കച്ചവടം ചെയ്യുന്നു, അവന്റെ പേരിലേക്ക് അത് എഴുതി കൊടുക്കൂല. അവിടെ നിന്ന് അടുത്തയാൾക്ക് കൊടുക്കുന്നു, അവനും അത് എഴുതി കൊടുക്കൂല. അവസാനം ഇത് ഒരുപക്ഷെ 11ാമത്തെ ആളെങ്കിലും അല്ലെങ്കിൽ 10ാമത്തെ ആളോ ഇല്ലെങ്കിൽ 12ാമത്തെ ആളോ ആയിരിക്കും ഇത് ഈ സ്ഥലം യഥാർത്ഥത്തിൽ ഉടമപ്പെടുത്തുക. ഇതിനിടയിൽ ഉടമപ്പെടുത്തിയ ആരും തന്നെ ഇതിന്റെ ആധാരം എഴുത്ത് നടത്തുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പരാധീനത. ഇത് പാടില്ലാത്തതാണ് ശർഅ് അനുസരിച്ച്, ഇസ്ലാമിക കർമ്മശാസ്ത്രം അനുസരിച്ച്. അല്ല നമ്മളിപ്പം വേറെ എന്തെങ്കിലും നോക്കിയിട്ട് മൊയ്ലിയാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നമ്മൾ നമ്മുടെ രീതി എന്ന് വെച്ചാൽ വലിയ നമുക്ക് വിഷയമില്ല. ശർഅ് അനുസരിച്ചാണ്. ഷാഫി മദ്ഹബിലെ പ്രബല ഗ്രന്ഥമാകുന്ന തുഹ്ഫത്തുൽ മുഹ്താജിൽ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നു, ഒരു മനുഷ്യന് മിൽക്കില്ലാത്തത്, അവന്റെ ഉടമസ്ഥയിലില്ലാത്തത് അവന്റെ വിൽക്കൽ ബൈഅ സഹിയാവൂല. രണ്ടാമത്തെ ആൾക്ക് ഇത് കൊടുത്തു, ആ വ്യക്തിയുടെ കയ്യിലേക്ക് ഉടമസ്ഥപ്പെടുത്തണമെങ്കിൽ ആധാരമെഴുത്ത് നടക്കണം. അത് നടക്കാതെ അവിടെ കേവലം ഒരു ടോക്കൺ കൊടുത്തിട്ടോ അല്ലെങ്കിൽ അല്പം പണമടച്ചിട്ടോ എഴുത്ത് പിന്നീട് മതി എന്ന് പറഞ്ഞ് മൂന്നാമതൊരാൾക്ക് അല്ലെങ്കിൽ 4ാമത്തെ ഒരാൾക്ക് അത് പതിപ്പിക്കുമ്പോ ഇതിനിടയിൽ രണ്ടാമൻ ഇതിനിടയിൽ നിന്നുകൊണ്ട് കൊടുക്കുന്ന ബൈഅ് അത് സഹിയാകുന്നില്ല. കാരണം അവന്റെ മിൽക്കിലല്ല, ഈ ഉടമസ്ഥയിലല്ല ഈ സ്ഥലം എന്നുള്ളതാണ്. ആരുടെ ഉടമസ്ഥയിൽ കിടക്കാണ് ഇപ്പോഴും? ആദ്യത്തേവന്റെ. എന്നാ വിൽക്കുന്നവനവൻ രണ്ടാമത്തവനാണ് വിൽക്കുന്നത് അല്ലെങ്കിൽ മൂന്നാമത്തവനാണ്. ആ വിൽപ്പന സ്വഹീഹല്ല ശാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായം അനുസരിച്ച്. ഇതൊക്കെ നമുക്കിടയിൽ നടന്നു പോയിട്ടുണ്ട്. അള്ളാഹു ആത്തി രക്ഷിക്കട്ടെ, അതൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് ഒരുപാട് റിയൽ എസ്റ്റേറ്റിന്റെ സഹോദരങ്ങൾ വന്ന് കരയാണ്. അത് വല്ല ദിക്ർ വല്ലതും ഉണ്ടോ? രക്ഷപ്പെടാനാ ഞാൻ വെറുതെ പറയല്ല. ഒരുപാട് ആളുകൾ കരയുന്നുണ്ട്. ഇതുപോലെ കച്ചവടക്കാർ, പലവിധ ജീവിത മാർഗവുമായി പോകുന്നവർ, ഒരുപാട് ആളുകൾ അവർ വന്നുകൊണ്ട് വിഷമം പറയാൻ. ബഹുമാനപ്പെട്ട ഉസ്താദുമാർക്കറിയാം, ഓരോരുത്തരും വന്ന് അവരുടെ അടുക്കൽ വന്ന് കേഴുകയാണ്. എന്താണ് ഒരു ദിക്റുള്ളത്, ഒരു ഔറാദ് ഞങ്ങൾ നടത്താൻ, ഞങ്ങൾ ഇതിൽ നിന്നൊന്ന് രക്ഷാകവചം എന്താണ്? കാരണം എന്താ, ഒരു കാലഘട്ടത്തിൽ അവർക്ക് സുഭിക്ഷതയായിരുന്നു. റിയൽ എസ്റ്റേറ്റ് ഒക്കെ നടത്തിയവര് എത്ര ആളുകൾ മെച്ചപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു ഇത് നിലനിർത്തി തരുമാറാവട്ടെ. നമുക്കൊക്കെ അള്ളാഹു നൽകിയിരിക്കുന്ന നിഅമത്തുകൾ അള്ളാഹു ഇത് ദായിമാക്കി വിശാലമാക്കി തരുമാറാവട്ടെ. അതൊക്കെ എപ്പോഴും വേണം. മോമിനിന് സമ്പത്ത് വേണം, അത് അനുയോജ്യമായ രീതിയിൽ അവൻ ചെലവഴിക്കുന്നവരുമാണ്. അള്ളാഹു ഇത് കബൂലാക്കുമാറാവട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഒരു 10-30 കൊല്ലം കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സുഭിക്ഷത നൽകിയിരുന്നത്. നല്ല വീട്, നല്ലൊരു ഭാര്യ, നല്ലൊരു വാഹനം, ഇതൊക്കെ നമ്മൾ ഒരുമിച്ച് കൂട്ടിയവരാണ്. അള്ളാഹു ഇല്ലാത്തവർക്ക് എത്രയും പെട്ടെന്ന് ഖൈറായ വീട്, നല്ല ഭാര്യ, നല്ലൊരു വാഹനം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉള്ളവർക്ക് അള്ളാഹു ഇത് നിലനിർത്തി തരുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാന്റെ റസൂല് പറഞ്ഞത് ബഅദ ഫിത്നത്തിൻ സറാ, സുഭിക്ഷതയുടെ കാലഘട്ടം അതൊരു ഫിത്നയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി അള്ളാന്റെ റസൂലിന്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓരോ വാക്കും ശ്രദ്ധിക്കേണ്ടതാണ്. ഖുർആനിക വചനം പോലെ തന്നെ നബിയുടെ വചനവും മോജസാണ്. മോജസ് എന്ന് പറഞ്ഞാൽ ഇമാം താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാഹ് ജംഉൽ ജവാമി എന്ന മഹത്തായ ഗ്രന്ഥത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു, മോജസ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വാക്കാണ്, വിശാലമായ അർത്ഥത്തിലേക്ക് സൂചിപ്പിക്കുന്നതാണ്. കുറഞ്ഞ വാക്ക് വിശാലമായ അർത്ഥത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, ബഅദ ഫിത്നത്തിൻ സറാ, സുഭിക്ഷതയുടെ ഫിത്നയ്ക്ക് ശേഷമാണ്. സുഭിക്ഷതയെന്ന് പറയുന്നത് ഒരു ഫിത്നയാണ്. ആ ഫിത്നയുടെ കാലഘട്ടത്തിന് ശേഷമാണ് ബുദ്ധിമുട്ടിന് ഫിത്ന കടന്നു വരിക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും സുഭിക്ഷത, എവിടെയും സുഭിക്ഷത. എത്രയോ ഡ്രസ്സുകളാണ് നമ്മുടെ വീടുകളിൽ ഓരോരുത്തരും അലമാരകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ചിന്തിച്ചു നോക്ക്. ഓരോരുത്തർക്കും അവനവന്റെ ഡ്രസ്സിന്റെ എണ്ണം സത്യത്തിൽ അറിയില്ല. ആ ഒരു തലത്തിലേക്ക് ഇന്നത്തെ സമൂഹം മാറിയിരിക്കുകയാണ്. മുസ്ലിം സമൂഹമാണ്. ആരിൽ? അള്ളാഹുവിൽ വിശ്വസിച്ചവർ, ഖബറിൽ വിശ്വസിച്ചവർ, മരണമുണ്ടെന്ന് വിശ്വസിച്ചവർ. മരിച്ചു കഴിഞ്ഞാൽ ഈ ഡ്രസ്സോ ഈ വസ്ത്രങ്ങളോ അവന് ഉപയോഗിക്കുന്നതാകുന്ന സാധന സാമഗ്രികളോ അവന്റെ സമ്പത്തോ അവന് ഒരിക്കലും തന്നെ ഗുണം ചെയ്യുകയില്ല എന്ന് വിശ്വസിക്കുന്ന മുഅ്മിൻ, അവന്റെ അലമാരക്കുള്ളിൽ എത്രയോ ലക്ഷക്കണക്കിന് വസ്ത്രങ്ങളാണ്, ലക്ഷക്കണക്കിന് വിലപിടിപ്പുള്ളതാകുന്ന വില കൂടിയ ഉപകരണങ്ങളാണ്. ഒരുത്തനും കണക്കില്ല. എത്രയോ ആർഭാടങ്ങളാണ് അവന്റെ ജീവിതത്തിൽ. ചെരുപ്പുകൾ തന്നെ എത്ര പേർ.
ചെരുപ്പിന് വേണ്ടി പ്രത്യേക സ്റ്റാൻഡ് വീടിന്റെ വാതുക്കൽ, അലമാരയ്ക്കുള്ളിൽ എത്രയോ ഡ്രസ്സുകൾ, അതല്ലാതെ എത്രയോ ഉപയോഗശൂന്യമായ ഡ്രസ്സുകൾ. ഓരോ കല്യാണത്തിന് പോകുമ്പോ ഭർത്താവിനെ നിർബന്ധിക്കുകയാണ് സഹോദരിമാർ, എനിക്ക് ആ കല്യാണത്തിന് പോകുമ്പോ ഇന്ന പർദ്ദ വേണം, ഇന്ന ലാച്ച വേണം, ഇന്ന മെഡിയൻ ടോപ്പ് വേണം, ഇന്ന ചുരിദാർ വേണം. ഓരോ പ്രാവശ്യവും മാറ്റി മാറ്റി കൊടുക്കാൻ. ഒരു പ്രാവശ്യം ഇട്ടത് പിന്നീട് ഇടൂല, അടുത്ത പ്രാവശ്യം വേറെ വേണം, ആവശ്യം വേറെയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കി, എത്ര വലിയ ആർഭാടമാണ്, എത്ര വലിയ ആർഭാടമാണ്. പാവപ്പെട്ട ഭർത്താവ്, അദ്ദേഹം എന്ത് പ്രയാസപ്പെട്ട് എത്ര കഷ്ടപ്പെട്ടുകൊണ്ടുണ്ടാക്കുന്ന പണമാണ്, അത് വളരെ ലാഘവത്തോടുകൂടി നഷ്ടപ്പെടുത്തുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, വലാ തുബദ്ദിർ തബ്ദീറാ വലാ തുബദ്ദിർ തബ്ദീറാ ഇന്നൽ മുബദ്ദിരീൻ كانوا إخوان الشياطين وكان الشيطان لربه كفورا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലയോ മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കേൾക്കണേ, ആ ഖുർആനിന്റെ വചനങ്ങൾ ഉൾക്കൊള്ളണേ, ഖുർആനിലൂടെ ജീവിതം ഒന്ന് നന്നാക്കിയെടുക്കണേ. വിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, വലാ തുബദ്ദിർ തബ്ദീറാ, ധൂർത്തടിക്കരുതേ, ധൂർത്തടിക്കരുതേ. എത്ര കഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾ സമ്പാദിച്ച പണമാണ് എന്നുള്ള കാര്യം സമ്പത്തിലേക്കൊന്ന് നോക്കിക്കൊണ്ട് നിങ്ങളൊന്ന് ഗണിച്ചെടുക്കണേ, ഗണിച്ചെടുക്കണേ. അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ കഷ്ടപ്പെട്ടുകൊണ്ടുണ്ടാക്കിയ പണമില്ലയോ, പണമില്ലയോ. എത്രയോ പ്രവാസികളാകുന്ന സഹോദരങ്ങൾ കരുനാഗപ്പള്ളി ദേശത്തുള്ളവരുണ്ട്, എത്രയോ പാവപ്പെട്ട മുഅ്മിനീങ്ങളുണ്ട്, എത്രയോ പാവപ്പെട്ട സഹോദരങ്ങളുണ്ട്. ഉസ്താദേ, എന്റെ കച്ചവടം താറുമാറിലാണ്, എന്റെ ബിസിനസ് വല്ലാതെ പൊളിഞ്ഞിരിക്കുകയാണ്, സൗദിയിലെ നിതാഖത്തിന്റെ പ്രശ്നമാണ്, ഞാൻ വല്ലാതെ കഷ്ടപ്പെടുകയാണ്, എന്റെ കുടുംബത്തെ ഞാൻ അറിയിച്ചിട്ടില്ല, എന്റെ ഭാര്യ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല, എന്റെ പ്രിയപ്പെട്ട മക്കളെ ഇതുവരെ ഞാൻ അറിയിച്ചിട്ടില്ല. കടം വാങ്ങിക്കൊണ്ടാണ് കൃത്യമായി മാസത്തിൽ എന്റെ വീട്ടിലേക്ക് ഞാൻ ഡ്രാഫ്റ്റ് അയക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ഭാര്യ അടിച്ചു പൊളിക്കുകയാണ്, അവളെ രസിക്കുകയാണ്, രമിക്കുകയാണ്. പാവപ്പെട്ട ഭർത്താവ് അതാ പ്രയാസം അനുഭവിച്ചുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്തുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടുണ്ടാക്കിയ പണം, പെങ്ങളെ, പ്രിയപ്പെട്ട പൊന്നു പെങ്ങളെ, നീ അടിച്ചു പൊളിക്കുകയല്ലയോ, നീ വസ്ത്രം എടുത്തുകൊണ്ട് കളഞ്ഞു കുടിക്കുകയല്ലയോ. ഹബീബായ നബി തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, വലാ തുബദ്ദിർ തബ്ദീറാ ഇന്നൽ മുബദ്ദിരീൻ കാനൂ ഇഖ്വാന الشياطين وكان الشيطان لربه كفورا. അല്ലയോ പ്രിയപ്പെട്ട മുഅ്മിനേ, മുഅ്മിനത്തെ, നീ ധൂർത്തടിക്കരുതേ, ധൂർത്തടിക്കരുതേ. കാരണം നീ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവനാണ്, നീ മരണമുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ്, നീ ഖബറുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ്. മുഅ്മിനാരാണ്, മുത്തഖിയാരാണ്? പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ പറഞ്ഞില്ലയോ, അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ للمتقين هدى للمتقين الذين يؤمنون بالغيب الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, അദൃശ്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ് മുഅ്മിന്, ഖബറുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ്, അവിടെ വിചാരണയുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ്. അവിടെ റഹ്മാൻ എന്ന മലക്ക് വന്നുകൊണ്ട് നന്മ തിന്മകളെ രേഖപ്പെടുത്താൻ പറയുമ്പോ കഫംപുടയിലേക്ക് തന്റെ ഉമനീര് വിരൽ മുക്കിക്കൊണ്ട് രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നവരാണ് മുഅ്മിന്. അവിടെ മുങ്കർ നക്കീർ കടന്നു വരുമെന്ന് വിശ്വസിക്കുന്നവനാണ് മുഅ്മിന്. അവിടെ വിചാരണയുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ് മുഅ്മിന്. അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കും, മഹ്ശറിലേക്ക് കൊണ്ടുപോകുമെന്ന് വിശ്വസിക്കുന്നവനാണ് മുഅ്മിന്. കത്തിച്ചൊരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തിയാൾ നരക
നരകത്തെ മുന്നിലേക്ക് കൊണ്ടുവന്ന് വിചാരണ ചെയ്യുമെന്ന് ഉറപ്പുള്ളവനാണ് മുഅ്മിന്. മീസാൻ എന്ന താസിലേക്ക് നന്മ തിന്മകൾ കൊണ്ടുവന്ന് വെക്കുമെന്ന് ഉറപ്പുള്ളവനത്രേ മുഅ്മിന്. അവനതാ സിറാത്ത് പാലത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുമെന്നുള്ള യാഥാർത്ഥ്യ ബോധമുള്ളവനാണ്. സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ്. കത്തിജ്വലിക്കുന്ന നരകത്തെ അല്ലാഹു പടച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ്. الذين يؤمنون بالغيب الذين يؤمنون بالغيب അദൃശ്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്ന മനുഷ്യ, മരണമുണ്ടെന്ന് വിശ്വസിക്കുന്ന മനുഷ്യ, ഖബറുണ്ടെന്ന് വിശ്വസിക്കുന്ന മനുഷ്യ, മഹ്ശറയുണ്ടെന്ന് വിശ്വസിക്കുന്ന മനുഷ്യ, വിചാരണയുണ്ടെന്ന് വിശ്വസിക്കുന്ന മാനവ, നിന്നോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ വലാ തുബദ്ദിർ തബ്ദീറാ. നീ ധൂർത്തടിക്കരുതേ, നീ ധൂർത്തടിക്കരുതേ. സ്വന്തം ഭർത്താവ് തനിക്ക് നൽകുന്ന സമ്പത്ത് എന്റെ പ്രിയപ്പെട്ട വെളുത്തവൺ ഒരുമിച്ച് കൂടി ആയിരക്കണക്കിന് പ്രിയപ്പെട്ട പെങ്ങളെ, സഹോദരിമാരെ, ധൂർത്തടിക്കരുതേ, ധൂർത്തടിക്കരുതേ. നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പ്രവാസ ലോകത്തിൽ നിന്ന് മാസങ്ങൾ നിനക്ക് കൃത്യമായി പണം അയച്ചു തരുമ്പോഴും ആ പണം എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരുപാട് പണമുള്ളവനാണ്, പവറുള്ളവനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ധൂർത്തടിക്കരുതേ. എത്ര പണമുള്ളവനായിരുന്നാലും എത്ര പവറുള്ളവനായിരുന്നാലും ഇതാ ഒരു ഫിത്നയിലേക്ക് പോവുകയാണ്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ലോകത്തിന്റെ നായകൻ പറയുകയാണ്, തകൂനു ഫീഹിം ഫിത്ന ഫിത്നത്തുല്ലാ. വല്ലാത്ത ബുദ്ധിമുട്ടാണ്, വല്ലാത്ത പ്രയാസമാണ്, സാമ്പത്തികപരമായി തകരുന്ന കാഴ്ചയാ എന്റെ സമുദായത്വം കാണാനിരിക്കുന്നത്. അത് കാണാതെ ലാ തഖൂമു സ്സാഅ, ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. വസ്ത്രത്തിൽ ഒരു ചെറിയ ചുളുക്ക് വന്നതുള്ളൂ, അപ്പോഴേ പറയാം ഇത് മാത്രം നമുക്കിത് പറ്റത്തില്ല അല്ലേ? ശരിയല്ലേ? സഹോദരിമാരുടെ അവസ്ഥ ചിന്തിച്ചു നോക്ക്. എന്താ നിങ്ങളൊന്നും മിണ്ടാത്ത? മറക്കപ്പുറം അല്ലേ? എന്നാലും അവര് കാണൂല, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ശരിയല്ലേ? ശരിയല്ലേ? അതെ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്ത് ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇതെന്താ അവരെ പറയുന്നത്? നമ്മൾ പുറകോട്ടാണോ? എത്ര ജോഡി വസ്ത്രമുണ്ട് നമുക്ക് പറയാൻ പറ്റുമോ? എണ്ണമില്ല ഉസ്താദെ, എണ്ണമില്ല, എണ്ണമില്ല. അത്രത്തോളം വസ്ത്രങ്ങളാണ് നമുക്ക്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എത്ര ജോഡി വസ്ത്രം, എത്ര ജോഡി വസ്ത്രം, എത്ര ജോഡി കുപ്പായുണ്ട്, എത്ര ജോഡി മുണ്ടുണ്ട്. പാന്റ് ധരിക്കുന്ന ചെറുപ്പക്കാർ ചിന്തിക്കുക, എത്ര ജോഡി ഉണ്ടെന്ന് ചിന്തിച്ചു നോക്ക്. എത്ര ജോഡി ചെരുപ്പുകളാണ് നമുക്കുള്ളത്, ചിന്തിച്ചു നോക്ക്. എത്ര സുഭിക്ഷതയാണ് നമുക്ക്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴായിരിക്കും ഏത് ഫിത്ന വരിക, ഫിത്നത്തുൽ ലറാ വരിക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇവിടെ ശ്രദ്ധിക്കും. അപ്പൊ ഈ ലോകം അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ഫിത്ന കടന്നു വരാൻ പോവാൻ. ആ ഫിത്നയെ കുറിച്ചാണ് പ്രവാചകൻ പറഞ്ഞത്, ഫിത്നത്തുൽ ലറാ, സർവ്വരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഫിത്നയാണത്. സാമ്പത്തികപരമായി പരാധീനത അനുഭവിക്കുക, വളരെ കഷ്ടപ്പാടുകളും ദുരിതത്തിലുമായി ജനങ്ങൾ നീങ്ങുക. അതെപ്പോഴാ കടന്നു വരിക? ബഅദ ഫിത്നത്തിൻ സറാ, സുഭിക്ഷതയാകുന്ന ഒരു ഫിത്നയുടെ കാലഘട്ടത്തിന് ശേഷമാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്, അത് ഈ കാലഘട്ടം അല്ലേ എന്ന് നമ്മളൊന്ന് ചിന്തിക്കാൻ വേണ്ടി. കാരണം നമുക്ക് നല്ല സുഭിക്ഷതയാണ്, കാര്യങ്ങളൊക്കെ നടന്നു പോവുകയാണ്. പഴയ കാലഘട്ടത്തെ അപേക്ഷിച്ച് പണ്ട് ഒരു ബിരിയാണി ചെമ്പ് എവിടെയെങ്കിലും ഒരു പൊട്ടിക്കുമെങ്കിൽ അങ്ങോട്ട് കല്യാണം വിളിക്കുക പോലും വേണ്ട, ആൾക്കാർ അങ്ങോട്ട് പോകായിരുന്നു. ഇന്നിപ്പം സ്വന്തം വീടിന്റെ അപ്പുറത്ത് ഭക്ഷണം വലിയ വെച്ച് വിളമ്പി വിളിച്ചാൽ പോലും, കല്യാണം വിളിച്ചാൽ പോലും, ഒരു 3 വിളിച്ചാലും 7 വിളിച്ചാലും ബിരിയാണി ഉണ്ടായാലും എന്ത് വിഷയം ഉണ്ടായാലും നമ്മളില്ല എന്ന് പറയാം. കാരണം എന്താ? അവനവന്റെ വീട്ടിൽ സുഭിക്ഷത കടന്നു വന്നു. അതാണ് പോകാൻ തയ്യാറാകത്തതിന്റെ ഒന്നാമത്തെ കാരണം. നമ്മുടെ വീട്ടിൽ നല്ല റാഹത്തായ ഫുഡുണ്ട്, പിന്നെ എന്തിനാ അവിടെ പോകുന്നത്? അതുകൊണ്ട് പോകണ്ട എന്നുള്ള ഒരു കാഴ്ചപ്പാട്. ഞായറാഴ്ച ദിവസം നമ്മൾ വീട്ടിൽ അല്പം ഇറച്ചി വാങ്ങിയാൽ മറ്റൊരു കല്യാണത്തിന് സഹോദരന്റെ വീട്ടിലേക്ക് പോകാത്ത അവസ്ഥ. കാരണം എന്താ? ആ ഇറച്ചി വാങ്ങാനുള്ള സൗഭാഗ്യം, അതിനുള്ള ഒരു ആസ്തിത്വം അല്ലാഹു നമുക്ക് നൽകി എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു സാമ്പത്തികമാകുന്ന ഖൈറിലും ബറക്കത്തിലും ജനങ്ങൾ മുന്നോട്ട് പോകുമ്പോ ഒരു ബുദ്ധിമുട്ട് അവർക്ക് വല്ലാതെ കടന്നു വരും. ഇതിങ്ങനെ കാർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തീരൂല, ഇത് എല്ലാവർക്കും വരികയാണ്. തങ്ങൾ വീണ്ടും പറയുകയാണ്, ജനങ്ങൾ മുഴുവനും ഈ ഫിത്നയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ വിശ്വാസികളും അവിശ്വാസികളും നിരീശ്വരവാദികളും യുക്തിവാദികളും എല്ലാവരും ഈ ഫിത്നയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ അവർക്കിടയിലേക്ക് രണ്ടാമത് വീണ്ടും ഒരു ഫിത്ന കടന്നു വരുമേ, ഫിത്ന കടന്നു വരുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾ മുഴുവനും ഇങ്ങനെ ഈ ഫിത്തന ഇങ്ങനെ ഇത് തീരും, ഇത് നാളെ തീരും, മറ്റന്നാൾ തീരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോ ഗ്യാസിന് വില കൂടുന്നു, ഓരോരോ വിഷയങ്ങൾ ഇങ്ങനെ വരികയാണ്. വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക, കുത്തനെ ഓരോന്നിനും ഒന്നിനും കുറവ് വരൂല. കുറവ് വരുമെന്നൊക്കെ ഇങ്ങനെ പറച്ചിലുണ്ടെങ്കിൽ അള്ളാഹത്ത് കുറയുന്നില്ല, ഇതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ആര് പറയാ? സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെ ജനങ്ങൾ മുഴുവനും വളരെ പ്രയാസത്തിലും വിഷമത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ മുസ്ലിം മക്കള് മാത്രമല്ല ഇതര സമുദായത്തിലെ സഹോദരങ്ങളടക്കം ഈ ഫിത്തനയിലൂടെ പോകുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ആ ഫിത്തനയിലൂടെ ജനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ സകൂനു ഫീഹിം ഫിത്നത്തുൻ ഉഖറാ, അവർക്കിടയിലേക്ക് രണ്ടാമത് വീണ്ടും ഒരു ഫിത്തന കടന്നു വരികയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ ഫിത്തനയുടെ പേരെന്തെന്നറിയുമോ? ഫിത്നത്തുൻ അംയാഉ സമ്മാ, കണ്ണും കാതുമടപ്പിക്കുന്ന ഫിത്തനയാണ്. മനുഷ്യ മാനവ, നിന്റെ കണ്ണുകളും കാതുമടപ്പിക്കുന്ന ഫിത്തന. അഥവാ മുസ്ലിമീങ്ങൾ കൈകാലിട്ടടിച്ചാലും അവരെ രക്ഷിക്കാൻ ഒരാളും കടന്നു വരികയില്ല. ആദ്യത്തെ ഫിത്തനയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഫിത്നത്തുൽ റാഇ എന്ന് പറയുന്ന ഫിത്തന സാമ്പത്തികപരമായി, ശാരീരികപരമായി, മാനസികപരമായി തകർച്ച കടന്നു വരുന്നത് അത് ലോകത്തുള്ള സർവർക്കും അത്രേ. അഥവാ മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, ഇതര സമുദായത്തിലെ സഹോദരങ്ങൾ, ഹൈന്ദവ സഹോദരങ്ങൾ, ക്രൈസ്തവ സഹോദരങ്ങൾ, ബുദ്ധമതക്കാര്, സിഖ് മതക്കാര്, ഏത് മതത്തിൽ അനുശ്വസിക്കുന്നവരുണ്ടോ, മതമില്ലാതെ നിരീശ്വരവാദത്തിൽ കഴിയുന്നവരുണ്ടോ, ലോകത്തിന്റെ ഏതൊക്കെ ദിക്കുകൾ കഴിയുന്ന മാനവ, നിനക്ക് മുഴുവനും കടന്നു വരുന്നതാണ്, നമുക്കെല്ലാവർക്കും കടന്നു വരുന്ന സംഗതിയാണ്. എന്നാൽ രണ്ടാമത്തെ ഫിത്ന ഏതെന്നറിയുമോ? വദാലിക ലിൽ മുഅ്മിനീന ഖാസ, അത് മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ്, വിശ്വാസികൾക്ക് മാത്രമാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സഹോദരാ, ചെസ് കളിച്ചുകൊണ്ടിരിക്കാതെ, വാട്സാപ്പ് നോക്കിക്കൊണ്ടിരിക്കാതെ, ഫേസ്ബുക്കിലേക്ക് തലകുനിച്ചുകൊണ്ടിരിക്കാതെ കാതുകൊടുത്ത് കേൾക്കണേ. ഇതൊരു സാധാരണ വാദായി കണക്കാക്കരുതേ. ഈ ലോകത്തിന്റെ അവസാനത്തിന് മുമ്പ്, ഈ ലോകം നശിക്കുന്നതിന് മുമ്പ്, ഈ ലോകത്തിന്റെ പര്യവസാനത്തിന് മുമ്പ്, ഈ ലോകത്തിന്റെ അവസ്ഥയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, തകൂനു ഫീഹിം ഫിത്ന ഫിത്നത്തുൻ അംയാഉ സമ്മാ. സഹാബ, എന്റെ സമുദായം ഇനി കാണുന്നതാകുന്ന ഫിത്നയാ. എന്റെ സമുദായത്തിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങൾക്ക്, പാവപ്പെട്ട വിശ്വാസിനികൾക്ക് അവർക്കിടയിൽ കടന്നു വരാനുള്ള ഫിത്നയാണ്, കണ്ണും കാതുമടപ്പിക്കുന്ന ഫിത്നയാണ് അവരെ തേടിയെത്താൻ പോകുന്നത്. എത്രയോ പാവപ്പെട്ട മുസ്ലിമീങ്ങൾ അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ചതിന്റെ പേരിൽ ബുദ്ധമതക്കാര് അവരെ നിർദ്ദിഷ്ടമായി കൊന്നുകളഞ്ഞില്ലയോ? രോഹിംഗ്യൻ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ മോശപ്പെട്ട രീതിയിൽ കൊന്നുകളഞ്ഞില്ലയോ? വൈറലാകുന്ന വീഡിയോകൾ, ചിത്രങ്ങൾ ഇന്നും യൂട്യൂബിലൂടെയും വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ജനസഹസ്രങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലയോ? എന്നിട്ട് എന്തുകൊണ്ട് ഒരു യുഎന്നെ സഹായിച്ചിട്ടില്ല? എന്തുകൊണ്ട് ഇന്ന് വരെ ഒരാൾ പോലും കടന്നു വന്നില്ല? ഒരൈക്യരാഷ്ട്രസഭ പോലും അവരെ അംഗീകരിച്ചതേയില്ല. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് തന്നെയാണ്, ലോകത്തിന്റെ നായകൻ കാലക്കൂട്ടി പറഞ്ഞത് തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആരാണ്? പരിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിയല്ലയോ? വമാ യതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അല്ലാഹുവിന്റെ റസൂൽ വെറുതെ പറയുകയില്ല, റസൂലുള്ള വെറുതെ ഉച്ചരിക്കുകയില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹ്യ് നൽകിയാലല്ലാതെ ഒരു വാക്ക് പോലും തന്റെ ജീവിതത്തിൽ അനാവശ്യമായി പറയാത്ത പ്രവാചകൻ, ഒരു ആവശ്യം പോലും തന്റെ ഹൃദയം കൊണ്ട് അനാവശ്യം ചിന്തിക്കുക പോലും ചെയ്യാത്ത പ്രവാചകൻ, ആ പ്രവാചക പുങ്കവന്റെ വാക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തത്. വഹ്യ് മുഖേന അറിയിച്ചത് മാത്രമേ ആ പ്രവാചകൻ ഇന്ന് വരെ ലോകത്ത് ഉച്ചരിച്ചിട്ടുള്ളൂ. ഉമ്മന മുസ്താദ് വെറുതെ പറയുകയല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ ലോകം ഒരു സമൂഹം വല്ലാത്തൊരു പ്രയാസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫിത്നത്തുൻ അംയാഉ
സമ്മാ, കണ്ണും കാതും അടപ്പിക്കുന്ന ഫിത്ന മുസ്ലിമീങ്ങൾക്കിടയിൽ കടന്നു വരുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. എത്രയോ സാക്ഷികളാണ്, എത്രയോ നേർസാക്ഷ്യങ്ങളാണ് അള്ളാഹുവിന്റെ പള്ളിയുടെ അകത്തളങ്ങളിൽ മനോഹരമായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് വിശുദ്ധ ഖുർആൻ തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് മദ്രസ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരുന്നതായ പാവപ്പെട്ട റിയാസ് ഉസ്താദിനെ കാസർഗോഡ് പള്ളിക്കകത്ത് വെച്ചുകൊണ്ട് മോശപ്പെട്ട ആളുകൾ വന്നുകൊണ്ട് കൊന്നുകളഞ്ഞില്ലയോ? ആരാണവര്? അവർ ഈ ലോകത്തിന്റെ വെളിച്ചമല്ല, അവർ ഈ ലോകത്തിന്റെ ദുശഗുണങ്ങളാണ്, ഈ ലോകത്ത് ഇല്ലാതാക്കപ്പെടേണ്ട വർഗങ്ങളാണ്, മോശപ്പെട്ടതാകുന്ന ആളുകളാണ്. അവർക്ക് തക്കതാകുന്ന ശിക്ഷ ഈ പരിശുദ്ധമാക്കപ്പെട്ട ജനാധിപത്യ രാജ്യത്തിന് നൽകണമെന്നാണ് വിശ്വാസി സമൂഹമാകുന്ന നമ്മുടെ ലക്ഷ്യവും നമ്മുടെ നീയത്തും. അല്ലാഹുവേ പടച്ചറബേ നീ കൊടുക്കണേ അല്ലാ. ആരാണോ പരിശുദ്ധ ദീനിനെതിരെ വടംവലി വെക്കുന്നവര്, പരിശുദ്ധ ശരീഅത്തിനെതിരെ പ്രവർത്തിക്കുന്നവര്, അവരുടെ കുതന്ത്രങ്ങളെ തൊട്ട് ഈ ദീനിനെ നീ കാക്കണേ അല്ലാ, ദീനിന്റെ അഹ്ലുകാരെ കാക്കണേ അല്ലാ. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, അള്ളാന്റെ പള്ളിയുടെ അകത്തളത്തിൽ പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് ദിക്റും ചൊല്ലി തസ്ബീഹാലെ കൈക്ക് പിടിച്ചുകൊണ്ടിരുന്നതായ പാവപ്പെട്ട ആലിമിനെ പോലും പള്ളിയുടെ അകത്തളത്തിൽ കയറി അതിന്റെ പൂട്ട് തകർത്തിട്ട് കൊന്നുകളയാൻ മാത്രമുള്ളതാകുന്ന മോശപ്പെട്ട ദുഷിച്ച ഇരുട്ടിന്റെ വ്യക്തികൾ കടന്നു വന്നിട്ട് പോലും ഈ ലോകത്തൊരു ചെറുവരലക്കാൻ അവരെ കള്ളു കുടിച്ചുകൊണ്ട് അറിയാതെ ചെയ്തു പോയതാണെന്ന് പറയുന്ന മോശപ്പെട്ട സംസ്കാരത്തിലേക്ക് ഈ ലോകം എത്തിപ്പോയില്ലയോ? നഊദു ബില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് തന്നെയാണ്, ഫിത്നത്തുൻ അംയാ ഉസമ്മാ, കണ്ണും കാതും അടപ്പിക്കുന്ന ഫിത്നകൾ മുസ്ലിമീങ്ങൾക്കെതിരെ വരുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഡോക്ടർ ഹാദിയ എന്ന പൊന്നുമോള് അവള് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധ ശരീഅത്തിനെ കുറിച്ച് പഠിച്ചവളാണ്. ഇന്ന് കേരളക്കര മാത്രമല്ല, ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിൽ മാത്രമല്ല, ലോകം മുഴുവനും ചർച്ച ചെയ്യുകയാണ്. വേൾഡ് ന്യൂസുകളിൽ പോലും വാർത്തയായതാണ്. എന്തേ ആ പൊന്നുമോൾക്ക് സംഭവിച്ചത്? വീടിന്റെ അകത്തളങ്ങളെ തളച്ചിടാൻ മാത്രം എന്ത് കുറ്റമാണ് ആ പൊന്നുമോള് ചെയ്തത്? പരിശുദ്ധ ഖുർആൻ നെഞ്ചിലേറ്റിയില്ലയോ? ഖുർആൻ പഠിച്ചത് കൊണ്ടാണോ? ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഒന്നേ ഒരു കാര്യമാണ്, മുസ്ലിം മക്കൾ ഈമാനുള്ളതാകുന്ന മക്കളെക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളുടെ മുതൽ പൂർവികർ മുഖേന ഈമാൻ കൈമാറി കിട്ടിയതാകുന്ന നമ്മളെക്കാൾ ആവേശമുള്ളവരാണ് ഈമാൻ പുൽകിയതാകുന്ന പൊതുവിശ്വാസികൾ. കാരണം ഇന്നലെ ജുമാ കഴിഞ്ഞ് ഞാൻ വിനീതൻ റൂമിലേക്ക് കയറി ചെല്ലുമ്പോ രണ്ടാം നിലയിലേക്ക് എത്തിയപ്പോ പാവപ്പെട്ട ഒരു മുസ്ലിം സഹോദരൻ അദ്ദേഹം ഇറങ്ങി വരികയാണ്, എന്റെ കൈക്ക് പിടിക്കുകയാണ്, എന്നോട് പറയുന്നു, ഉസ്താദേ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ പറഞ്ഞിട്ടാണ് ഇന്നിവിടെ ജുമാക്ക് വേണ്ടി വന്നത്. എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടാത്ത അനുഭൂതിയും എനിക്ക് ആസ്വാദനവും സന്തോഷവും അറിവും എനിക്ക് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇനി എപ്പോഴും ഞാൻ ജുമാക്ക് ഇവിടെ തന്നെയാകുമെന്ന് പറഞ്ഞ ഓച്ചറയിൽ നിന്ന് വന്ന ഒരു ഇതര സമുദായത്തിലെ സഹോദരൻ, അദ്ദേഹം മുസ്ലിമായി അടുത്തിടെ ഒരു പുതുവിശ്വാസിയാണ്, പുതുവിശ്വാസിയാ. അദ്ദേഹത്തിനുള്ള ഈമാൻ പോലും നമുക്ക് ഇല്ലാതായി പോയല്ലോ. ഡോക്ടർ ഹാദിയക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഈമാൻ അത് ചെറുതല്ല, ചെറുതല്ല. എന്തേ കാരണം? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞില്ലയോ, വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. പരിശുദ്ധമായ ഖുർആൻ കേൾക്കുമ്പോ ഈമാൻ പുൽകിയതാകുന്ന ആളുകളുടെ വിശ്വാസം ഇരട്ടിക്കുകയാണ്, ഇരട്ടിക്കുകയാണ്. തൗഹീദിന്റെ മന്ത്രോച്ചാരണം ഹൃദയത്തിലേക്ക് എത്തിയവർ ഒരുപക്ഷേ കണ്ണ് കാണാത്തവരായിരിക്കും, ഒരുപക്ഷേ കാത് കേൾക്കാത്തവരായിരിക്കും. പക്ഷെ അവർക്ക് ലിപികൾ മുഖേന അവർ ദീനിലേക്ക് കൂടുതൽ അറിവ് സമ്പാദിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ കേൾക്കുകയും പരിശുദ്ധമായ ദീൻ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് കടന്നു വന്നതായ എത്രയെത്ര പുതുവിശ്വാസികളാ. ആ പുതുവിശ്വാസികളെ പോലും ദീൻ സ്വീകരിച്ചതിന്റെ പേരിൽ തടഞ്ഞു വെച്ചില്ലയോ, തടഞ്ഞു വെച്ചില്ലയോ? ഫിത്നത്തുൻ അംയാ ഉസമ്മാ, കണ്ണും കാതും അടപ്പിക്കുന്ന ഫിത്നകൾ എന്റെ സമൂഹത്തിന് കടന്നു വരുമേ, അത് കാണാതെ ലാ തഖൂമു സ്സാഅ, ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെന്തേ ഒന്ന് ചിന്തിക്കാത്തത്? മുഅ്മിനെന്തേ നിന്റെ മനസ്സെവിടെയാണ്? അഫലാ യതദബ്ബറൂൻ അഫലാ യതഫക്കറൂൻ. ഖുർആൻ അടിക്കടെ ചോദിക്കുക, എന്താ നീ ഒന്ന് ചിന്തിക്കാത്തത്? എന്താ ചിന്തിക്കാത്തത്? ചിന്ത എവിടെയാ പോയത്?
മനുഷ്യരിങ്ങനെ ഭക്ഷണം കഴിച്ച് രാവിലെ എഴുന്നേൽക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ജോലിക്ക് പോകുന്നു, കാര്യങ്ങൾ മുഴുവൻ സാധിക്കുന്നു, തിരിച്ചു വരുന്നു, വീണ്ടും വരുന്നു, ഉറങ്ങുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, വീണ്ടും കാര്യങ്ങൾ സാധിക്കുന്നു, പോകുന്നു ജോലിക്ക്. ഇങ്ങനെ ആകല്ലേ നീ എന്തേ ഈ ലോകത്തെ കുറിച്ചൊന്ന് ചിന്തിക്കാത്തതെന്താ? അഫലാ യതദബ്ബറൂൻ അഫലാ യഅഖിലൂൻ അഫലാ യതഫക്കറൂൻ. ഖുർആൻ ചോദിക്കുക, നിങ്ങൾ ഖുർആൻ മറിച്ചു നോക്കി, എത്രയോ ആയത്തുകൾ ഇങ്ങനെയാണ് നിർത്തുന്നത്. നമ്മൾ ചിന്തിക്കണം, ചിന്ത ഉൾക്കൊള്ളാനാണ് ഈ ലോകം. ഈ ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് ഈ ലോകത്തിന്റെ പോക്ക്? ഒന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫൈദാ ഖീല ഇൻഖലത്, ചില ആളുകൾ പറയും ആ പ്രശ്നങ്ങൾ മുഴുവനും കഴിഞ്ഞു ഉസ്താദേ. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വാപ്പ, അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പൊ അങ്ങനെയൊന്നുമില്ല എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഫൈദാ ഖീല ഇൻഖലത് തമാദ്ദത്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു എന്ന് പറയപ്പെടുമ്പോഴേക്ക് തമാദ്ദത്ത്, പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും നീണ്ട കിടക്കുമത്രയെന്ന് ഹബീബായ റസൂലുള്ളാഹി. നോട്ട് നിരോധനം വന്നപ്പോ എല്ലാവരും പറഞ്ഞു പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു, പുതിയ നോട്ട് വന്നില്ലേ, 2000 വന്നില്ലേ, റാഹത്തായില്ലേ, ചില്ലറൊക്കെ ഇഷ്ടം പോലെ കിട്ടാൻ തുടങ്ങിയില്ലേ, ഇപ്പൊ പോയി ബാങ്കിന്റെ മുന്നിൽ ക്യൂ നിൽക്കണ്ടല്ലോ, കളവിമാർക്കൊക്കെ റാഹത്തായി, പ്രായമുള്ളവർക്കൊക്കെ സുഖമായി, എല്ലാവർക്കും ജീവിതം ഏകദേശമൊക്കെ മെച്ചപ്പെട്ടു, കച്ചവടമൊക്കെ തിരിച്ചു വന്നു എന്ന് പറഞ്ഞപ്പോ ദാ വന്ന് GST അടുത്തത് അല്ലേ. ഇനിങ്ങനെ വരും ഓരോന്നൊരു ഗ്യാസിന്റെ വില കൂടുതൽ, പെട്രോളിന്റെ വില കൂടുതൽ, ഡീസലിന്റെ വില കൂടുതൽ, ഓരോരോ പ്രശ്നങ്ങൾ വരും, അടിക്കടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇതൊക്കെ ചിന്തിക്കണം എന്റെ ഉമ്മമാർ. ഇനിയാണ് നമ്മുടെ ദൂർത്തൊന്ന് കുറയ്ക്കേണ്ടത്. ദൂർത്ത് കുറയ്ക്കണം, ദൂർത്ത് കുറച്ചാൽ എല്ലാം രക്ഷപ്പെടും. ഇതിനുള്ള പോംവഴി ഞാൻ പറയും, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ കാലഘട്ടത്തിലേക്ക് ചേർത്ത് വെച്ച് നമ്മൾ പഠിക്കേണ്ട അധ്യാപനമാണ്. ഇതിപ്പോ പറഞ്ഞേണ്ട വാദാണ്, അല്ല 10 കൊല്ലം കഴിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ പഠിക്കേണ്ടതുമായ വാദാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫൈദാ ഖീല ഖലത് തമാദ്ദത്. പലരും വിളിച്ചു പറയും, പല കവലകൾ ചർച്ചകളാണ്. ഈ പ്രശ്നങ്ങൾ എന്നാണ് അവസാനിക്കുക, ഈ പ്രശ്നങ്ങൾ എന്നാണ് തീരുക? പലരും പറയും അതെല്ലാം കഴിഞ്ഞു കിടന്നിട്ടുണ്ട്, ഇൻഖലത് കഴിഞ്ഞു കിടന്നിട്ടുണ്ട്. പക്ഷേ തമാദ്ദത്ത് അതിങ്ങനെ നീണ്ടു കിടക്കും. പുതിയ സങ്കീർണമാകുന്ന പ്രശ്നങ്ങളിലേക്ക് ലോകം എത്തിപ്പെടുമേ, മുസ്ലിമീങ്ങൾ ചെന്ന് ചേരുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുതിയ നിയമങ്ങൾ ഇങ്ങനെ അടിക്കടി കൊണ്ടുവന്ന് തരും, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾക്ക്. സയ്യിദുനാ റസൂലുള്ളാഹി പേടിക്കേണ്ട, ആശങ്കപ്പെടുത്തൊന്നുമല്ല, ഇത് നടക്കാനിരിക്കുന്ന സംഭവം ഒന്ന് വെളിപ്പെടുത്തിയെന്ന് മാത്രം. എന്തിനാ ആശങ്ക? ഒരാശങ്കയും വേണ്ട. നമ്മൾ അള്ളാഹുവിലും റസൂലിലും വിശ്വസിച്ച് ഈമാൻ ഉറച്ചവരാണ്. നമ്മൾ ഇബാദത്ത് അങ്ങോട്ട് മുറുകെ പിടിക്കുക. ഓലപ്പാമ്പിനെയും കണ്ടിവിടെ നമ്മൾ പേടിക്കണ്ട.